അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് കുറച്ച് കടല ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിന് അര കപ്പ് കടല ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂർ കുതിർത്തെടുത്താലും മതി. എന്നിട്ട് ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പീണിക്കയാണ്. പീണിക്ക ഇതുപോലെ നല്ല പഴുത്തിട്ടുള്ള നല്ല വിളഞ്ഞ പീണിക്ക നോക്കി എടുക്കുക. അതിന്റെ കുരുവും തൊലിയൊക്കെ ഒന്ന് മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീരെ കനം കുറച്ച് കട്ട് ചെയ്യരുത്. പിന്നെ നമുക്ക് വെന്ത് വരുന്ന സമയത്ത് അങ്ങ് ഉടഞ്ഞു പോകും, നമുക്ക് കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ കിട്ടണം. അപ്പോൾ ഈ ഒരു കനത്തില് ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് നമ്മൾ വെള്ളമൊക്കെ മാറ്റിയ കടല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അരക്കപ്പ് മുതൽ 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു. ആവിയെല്ലാം മാറിയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇനി ഈ കടല വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ വരണം. ഇതാണ് കറക്റ്റ് പാകം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ കേൾപ്പിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ കടല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ആ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. നാടൻ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടും വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ. ഇനി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണ എടുത്താലും മതി. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2-3 വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി അല്ലികൾ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചതച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല. വെളുത്തുള്ളി അല്ലികൾ മാത്രം ഒരു 4-5 ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഉള്ളിയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവൊന്നും ഇല്ലാത്ത 2 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സവാളയൊക്കെ ഒന്ന് വയന്ന് വരണം. ഇപ്പൊ സവാളൊക്കെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീണിക്കയാണ്. പീണിക്കയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടല വേവിച്ചപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് ആ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. പീണിക്കൊക്കെ ഒന്ന് വെന്ത് വരണം. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ പീണിക്ക എല്ലാം വെന്തിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോവരുത്. എന്നാൽ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ കഷ്ണങ്ങളായിട്ട് കിടക്കണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നുമില്ലല്ലോ. നമ്മൾ കടല വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമാണെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ഒഴിക്കരുത്. എന്നാൽ പിന്നെ പീണിക്കെല്ലാം നല്ലോണം വെന്ത് കുഴഞ്ഞു പോകും. അപ്പൊ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെള്ളത്തോട് കൂടി തന്നെ കടല ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകത്തിന്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ നമ്മൾ കടുക് പൊട്ടിച്ചില്ലേ ആ ഒരു സമയം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിപ്പോ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി നമ്മൾ ലാസ്റ്റിൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയെടുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിൽ ജാറിലൊന്നും വെച്ച് ചവച്ചൊന്നും എടുത്തിട്ടില്ല, വെറുതെ അങ്ങ് നമ്മൾ ചിരകി എടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഉപ്പൊക്കെ കൊണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല. അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട്. ഇത് ചോറിന്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഈ കടല വെച്ചിട്ടല്ല, വെള്ളക്കടല വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ കടലയും പീണിക്കയും വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്